റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഒരു സിനിമാ പാട്ടിന്റെ റിക്രിയേഷൻ വീഡിയോ ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇരുവരും പങ്കിടുകയും ചെയ്തു. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ആളുകൾ രേണുവിനെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപും ഗോപികയും നായകനും നായികയുമായി അഭിനയിച്ച് സൂപ്പർ ഹിറ്റായി മാറിയ ചാന്ത് പൊട്ടെന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന പാട്ടിന്റെ റിക്രിയേഷൻ വീഡിയോ ആയിരുന്നു ദാസേട്ടൻ കോഴിക്കോടും രേണു സുധിയും ഒന്നു ചേർന്ന് ചെയ്തത്. കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു യുഗ്മ വീഡിയോയിൽ വളരെ റൊമാൻറ്റിക്കായ രേണുവിനെയും ദാസേട്ടനെയും തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് സൈബർ അമ്മാവിമാരുടെ പ്രകോപനത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുന്നതെന്നുള്ള ചോദ്യമാണ് ചിലർ മുന്നോട്ട് വെക്കുന്നത്. രേണു പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു മ്യൂസിക് ആൽബത്തിന് കീഴിലും ഇതിന്റെ പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് രേണുവിനെതിരെ അധിക്ഷേപകരമായ കമന്റുകൾ പങ്കുവെക്കുന്നത്. സദാചാരവാദികളെല്ലാം പൊടിതട്ടി എണീറ്റു വരികയാണ് ഇപ്പോൾ. ഈ ഒരു രേണുവിന്റെ വീഡിയോയ്ക്ക് കീഴിൽ ഇവരുടെ മീറ്റിംഗ് തന്നെ കൂടിയിരിക്കുന്നു എന്നുള്ളതും കാണാൻ കഴിയും. രേണു കാണിച്ചത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നാണ് മിക്ക ആളുകളും ചോദിക്കുന്നത്. രേണുവിന്റെ ഈ ഒരു വീഡിയോ വളരെയധികം മോശമായി പോയെന്നും സുധി ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നു എന്നൊക്കെയാണ് ഒരാൾ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നത്. സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും? സുധിച്ചേട്ടന്റെ ആത്മാവ് ഓർമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു നാടകം കളിക്കുകയാണ്. സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ല എന്നായിരുന്നു മറ്റൊരാൾ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കമന്റ് ചെയ്തത്. വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ, കണ്ടേച്ചാലും മതി എന്നാണ് മറ്റൊരാളുടെ കമന്റ്. അങ്ങനെ പെണ്ണ് എന്താണെന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമന്റ് ഇട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല, പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ, നല്ല വീഡിയോകൾ എടുത്തുകൂടെ എന്നാണ് മറ്റൊരാൾ രേണുവിനെ ഉപദേശിക്കുന്നത്. വളരെ സന്തോഷം. ഒരു നല്ല മനുഷ്യന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറെ കോപ്രായം കാണിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നല്ലോ രേണു. കുറച്ചൊക്കെ ആലോചിക്കണം. സുധിച്ചേട്ടനുള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനം. ഇതിപ്പോൾ എന്തിനു വേണ്ടി വീർപ്പുമുട്ടി ഇത്രയും കാലം ഇരുന്നതായി തോന്നി. പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. അത് സുധിച്ചേട്ടന്റെ മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകളാണ്. നല്ലതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത്. തനിക്കിത് വളരെ മോശമായി തോന്നുന്നു. കുറെ ആളുകൾ നിങ്ങളെ സഹായിച്ചു. ഇപ്പോൾ സ്വന്തമായി വീടുണ്ട്, മകൻ പഠിക്കുന്നു, അതിന്റെ ചെലവ് നോക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്. ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതാണ് നല്ലത്. കരയാനും പാടില്ല, ഹാപ്പിയായി ജീവിക്കണം. എന്നാൽ പക്ഷേ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിലൊരു സ്നേഹമുണ്ട്. അത് സുധിച്ചേട്ടന്റെ വൈഫ് എന്നുള്ള പേരുള്ള സ്നേഹമാണ്. ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ നീണ്ട കമന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ സുധിയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത്? നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് രേണുവിനോട് ഭൂരിഭാഗം ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത്. അതേസമയം രേണു സുധി അഭിനന്ദിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞു വീട്ടിലിരിക്കണമെന്നും പറയുന്നവരോട് പോകാൻ പറയുന്നുമാണ് പലരും കമന്റുകൾ ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചെന്ന് കരുതിയിട്ട് വെള്ളസാരി ഉടുത്ത് എന്നും ഇരുന്ന് കരയണോ എന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനെ ഉപദേശിക്കുന്നുണ്ട്. അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരെയും ഈ ഒരു കമന്റ് ബോക്സിൽ കുറച്ചെങ്കിലും കാണാൻ കഴിയും. അതേസമയം ഒരുപക്ഷെ എടുത്തു പറയുകയാണെങ്കിൽ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള സ്ത്രീകളിൽ ഒരാൾ തന്നെയാണ് മിമിക്രി കലാകാരനും നടനുമൊക്കെയായ അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ ഈ രേണു സുധി. കൊല്ലം സുധി മരിച്ചതിനു ശേഷം നിരന്തരം യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖങ്ങൾ നൽകുന്നതിന്റെ പേരിലും രേണുവിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ എത്തുന്നത് തന്നെ രേണുവിനെ വിമർശിക്കാനായിരുന്നു എന്ന് തന്നെ രേണുവിന്റെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു സുധി പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടിട്ട് പലരും രേണുവിനെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യും. കുറെ കാലമായി രേണു സുധി സൈബർ ആക്രമണങ്ങൾക്ക് പതിവായി ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഈ ഒരു വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. മുൻപ് പുരാണ കഥാപാത്രമായ ശകുന്തളയായി അണിഞ്ഞൊരുങ്ങിയ ഒരു ഫോട്ടോ രേണു സുധി പങ്കുവെച്ചപ്പോഴും സൈബർ ആക്രമണങ്ങൾ കടുത്ത രീതിയിലാണ് രേണുവിനെ നേരിടേണ്ടി വന്നത്. രേണുവിന്റെ ഈ ആദ്യത്തെ ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. രേണുവിന്റെ ഈ ഒരു വീഡിയോ ബോധിക്കാത്തവർ കടുത്ത ഭാഷയിലാണ് രേണുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ പക്ഷേ ഇതൊന്നും വകവെക്കാതെ രേണു സുധി മുന്നോട്ട് തന്നെ പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ്. താൻ ഈ ചെയ്യുന്നതൊക്കെ തന്റെ സുധിച്ചേട്ടന്റെ ആത്മാവ് കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് രേണു പറയാറുള്ളത്. അതേസമയം മീഡിയ അറ്റൻഷൻ കൂടി രേണുവിന് കിട്ടിക്കഴിഞ്ഞതോടെ സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി ഫോട്ടോഷൂട്ട് വീഡിയോകളൊക്കെ പങ്കിടാൻ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ ചെറിയ ചെറിയ റീൽ വീഡിയോകളിലും രേണു അഭിനയിച്ചു തുടങ്ങി. ഇതിനൊക്കെ പിന്നാലെ തന്നെ രേണുവിന് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലുമൊക്കെ അഭിനയിക്കുവാനും അവസരങ്ങളെത്തി. പിന്നാലെ സുധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തങ്ങ് ചുവടുറപ്പിക്കുകയും ചെയ്തു. ഈ അടുത്തിടയ്ക്കാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹം എന്ന ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയത്. തുടർന്ന് നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയത്തിൽ സജീവമാകാൻ തന്നെയാണ് രേണു സുധിയുടെ ആഗ്രഹം.
കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.